അതായത് അമേരിക്കയിലെ അപാരമായ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ബാലചന്ദ്രൻ അയാളൊരു തെരുവിലൂടെ നടക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു പോലും മാങ്ങകൾ കിട്ടുന്നു. പൊട്ടി കിടന്നു. എവിടെ നിന്ന് അയാൾ ഘോരമായി ചിന്തിക്കുകയാണ്. പിന്നീട് അയാൾ തിരിച്ചറിയാണ് അയാളുടെ വിസ്മൃതിയിൽ ആണ്ടുപോയ ഭൂതകാലം തന്നെയാണത്. ഓരോ മാങ്ങയും അയാളുടെ ഓർമ്മകളായി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീൻ. ഇത് വളരെ സിമ്പിളായിട്ട് ഹിന്ദിയിൽ നീ ഒന്ന് പ്രേം സാറിന് പറഞ്ഞു. ഞാൻ ആ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഏകാന്ത अकेलापन सर. ഓർമ്മകൾ വരട്ടെ. याद है सर, पुरानी याद है. कंप्लीट പോരട്ടെ. സമൂഹത്തിനുള്ള ദേഷ്യം. ദേഷ്യം गुस्सा. समूह से जो गुस्सा है, गुस्सा. ഇയാളെ ഞെക്കി പൊട്ടിക്കോ. വേദന വരുന്നുണ്ടോ? വെരി ഗുഡ്. നോ മോർ ടേക്ക്. അത് ഇത്തിരി ഓവറല്ലേ? നാച്ചുറൽ. ഒരു 20 കൊല്ലം മുമ്പായിരുന്നേ ഓക്കെ. ഡി പി റീടേക്ക് എടുക്കേണ്ടി വരും. പുറകിൽ ഒരു പട്ടി ഇരുന്ന് മുള്ളുന്നുണ്ടായിരുന്നു. ഫ്രെയിമിൽ കൂടെ നോക്കുമ്പോൾ പ്രേം സാറിന്റെ തലയിൽ പട്ടി മുള്ളുന്ന പോലെ ഇരിക്കും. ഞാൻ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പട്ടി മുള്ളുന്നുണ്ടോ? നാച്ചുറൽ പട്ടി മുള്ളുന്നൊക്കെ നാച്ചുറൽ. പിന്നെ പട്ടിയല്ലേ അലയുന്ന ആത്മാവിന്റെ പ്രതീകമായി മാറ്റാം. പട്ടിയല്ലേ? ഓക്കെ ഓക്കെ. ഇങ്ങനെ കണക്കെഴുതി തീർക്കാനുള്ളതാണോ യഥാർത്ഥ കലാകാരൻ്റെ ജീവിതം? ഈ സിനിമയുടെ മാർക്കറ്റിംഗ് ആരാ? മാർക്കറ്റിംഗ് ഞാൻ തന്നെ ആയിരിക്കും. ഇത് ഞാൻ കമ്പോസ് ചെയ്താ കല്യാനായി. ഒന്ന് കേട്ടു നോക്ക്. പി കേട്ടവരെല്ലാം പറഞ്ഞൊരു സംഗതി ക്ലാസ്സാണെന്ന്. പറഞ്ഞിട്ടെന്താ കാര്യം? മാർക്കറ്റിംഗ് പറഞ്ഞു. ലോകം ഏറ്റുപാടേണ്ടിയിരുന്ന എൻ്റെ ഈണങ്ങൾക്ക് വന്ന ഗതി ഈ സിനിമയ്ക്ക് കൂടി വരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്ന് കേട്ടു നോക്ക്. കാർക്കുഴലി അലിയാൻ തേൻമിഴി തേൻമിഴി അലിയാൻ തേൻമിഴി തേൻമിഴി അനുരാഗത്തേൻ കടം പകരൂ നീ ആഷാഢമാസം നന്നായിട്ടുണ്ട്. ക്യാമറ ടെക്നോളജി അങ്ങോട്ട് പോരാ. ദീപിയുടെ കഥയിലെല്ലാം ഞാൻ ആ സ്ഥിരം ക്രിസ്തു. വല്ലാതെ ടൈപ്പാകുന്നുണ്ടോ ഒരു ടെൻഷനുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ സ്റ്റേറ്റ് അവാർഡിനൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാവില്ലേ? ഒരിക്കലും ആവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രീം സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പ്രേംകുമാറിന്റെ കഥാപാത്രം സ്വപ്നത്തിൽ ദൈവമായിട്ട് ചെസ് കളിക്കുക. അപ്പം ഞാൻ ദൈവമായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലേ? ശരിക്കുന്ന ദൈവമായിട്ടാണെങ്കിലും ഒരു ആട്ടിടേൻ്റെ വേഷത്തിലാണ് ഈ സീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആട്ടിടേനായിട്ട് അഭിനയിക്കണോ അതോ ദൈവമായിട്ട് അഭിനയിക്കണോ? അത് ഈ ആട്ടിടേനാന്ന് തിരിച്ചറിയുന്നത് ദൈവമായിട്ട് അഭിനയിച്ചാൽ മതി. കിട്ടി 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 കിട്ടി. ഈ ചെസ് കളി എന്ന് പറയുമ്പോൾ സാധാരണ ചെസ് കളിയൊന്നും അല്ല, കുറച്ചുകൂടി ആന്തരികമായ തലത്തിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പ്രേംകുമാറിന്റെ കഥാപാത്രം സ്വന്തം ജീവിതമാണ് ചെസ്സിന്റെ രൂപത്തിൽ കളിക്കുന്നത്. കുതിര 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 ദൈവത്തിന്റെ ശക്തിയുടെ പ്രതീകം. സിമ്പിളാണല്ലോ, സിമ്പിൾ. ഓ, നീ വന്ന നന്നായി.
ആ ശശാങ്കൻ തലകുന്നത്. ഡി പി ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മുടെ ജെനീഫർ ഗർഭിണിയാണ്. ഏത് ജെനിഫർ? ജെനീഫർ നമ്മുടെ കുതിര. അയ്യോ, പാവത്തിനൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ കൂടി പറ്റുന്നില്ല. അത് സാരമില്ല, നമ്മൾ മുഖം മാത്രം കാണിക്കുന്നുള്ളൂ, ബോഡി കാണിക്കുന്നില്ല. പഠിച്ച പണി 18 നോക്കി അതിനെ തൊഴുത്തിൽ നിന്ന് ഇറക്കാൻ. നീ പേടിക്കേണ്ടത്, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴുതയല്ലേ? ഈ കുതിരയും കഴുതയൊക്കെ ഒരൊറ്റ ഫാമിലിയിലാണല്ലോ അല്ലേ? അല്ലേ? ഇത് കടിക്കും. ഏയ്, നോക്കിയേ, ഇപ്പൊ നല്ല ചേർച്ചയില്ലേ? ഓക്കേ, എവരിബഡി റെഡി? ആക്ഷൻ, ആക്ഷൻ. അത് വർക്കിംഗ് അല്ല. ശുരു ശുരു. ഡയലോഗ് ഡയലോഗ് ഡയലോഗ്. കളിയിലെ നിയമങ്ങളൊന്നും നീ തെറ്റിക്കുന്നില്ല, പക്ഷെ നീ മറക്കുന്നു ഞാനാണ് കളിയെന്നും. ഇതെല്ലാം എന്റെ നിയമങ്ങളാണ്. ജീവിതമെന്ന ചതുരംഗക്കളിയിലെ വെറും കരുവാണ് മാത്രമാണ് ബാലചന്ദ്ര നീ. ഞാനറിയാതെ ഇവിടെ ഒരു അങ്ങനെ കഴുതേനെ കൊണ്ട് പോകുന്നു. കട്ട് കട്ട് കട്ട്. കഴുതയെ കൊണ്ട് കേട്ടു. സർ, യു ആർ ഗുഡ്. ഡോങ്കീസ് മിസ്റ്റേക്ക്.